നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓസ്റ്റിയോളജിയിലെ തന്നെ സെക്കൻഡ് ടോപ്പിക്കാണ് സ്കാപ്പുല. സ്കാപ്പുലയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ സ്കാപ്പുല ഒരു ബ്ലേഡ് ലൈക്ക് ബോൺ ആണ്. ഇൻ ലാറ്റിൻ ഇറ്റ് ലിറ്ററലി മീൻസ് ഷോൾഡർ ബ്ലേഡ്. സ്കാപ്പുലയുടെ പൊസിഷൻ എവിടാന്ന് പറഞ്ഞാൽ നമ്മുടെ തൊറാസിക് ഏജിന്റെ പോസ്ട്രോ ലാറ്ററൽ ആസ്പെക്ട് ആയിട്ട് നമ്മുടെ സ്കാപ്പുല സിറ്റുവേറ്റ് ചെയ്യും. കോഴ്സ് ആയിട്ട് സ്കാപ്പുലയെ പറ്റി പറയാനാണെങ്കിൽ അതിന് 3 ബോർഡേഴ്സ് ഉണ്ട്, 3 ആംഗിൾസ് ഉണ്ട്, 3 processes ഉണ്ട്. And now coming to the site determination of scapula. Scapula നമ്മുടെ ബോഡിയിൽ എങ്ങനെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ബേസിക്കലി ഓർത്തിരിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. നമ്മുടെ സ്കാപ്പുലയുടെ ലാറ്ററൽ ആംഗിൾ അഥവാ ഗ്ലീനോയിഡ് ആംഗിൾ. ഫർദർ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് വരാം. ഈ കാണുന്ന ലാറ്ററൽ ആംഗിൾ ഓർ ഗ്ലീനോയിഡ് ആംഗിൾ ലാറ്ററലി പ്ലേസ് ചെയ്യണം. അതേപോലെ തന്നെ ഡോഴ്സൽ സർഫസ് അഥവാ പോസ്റ്റീരിയർ ആസ്പെക്റ്റിലായിട്ട് ഒരു ട്രയാങ്കുലർ പ്രോസസ് കോൾഡ് ദ സ്പൈനസ് പ്രോസസ് കാണാൻ പറ്റും. ദാറ്റ് കംസ് ഡോഴ്സലി. ആൻഡ് ഓൾസോ നമ്മുടെ സ്കാപ്പുലയുടെ 3 ബോർഡേഴ്സിൽ തിക്കസ്റ്റ് ആയിട്ടുള്ള ബോർഡർ, അതായത് നമ്മുടെ ഗ്ലീനോയിഡ് ആംഗിളിൽ നിന്ന് ഇൻഫീരിയർ ആംഗിൾ വരെയുള്ള ആ ബോർഡർ, ആ തിക്കസ്റ്റ് ബോർഡർ ലാറ്ററലി ആയിരിക്കും വരുന്നത്. സോ 3 പോയിന്റ്സ്. ദ ഗ്ലീനോയിഡ് ആംഗിൾ ഫേസസ് ലാറ്ററലി, the dorsal surface has the triangular process called the spinous process, and the thickest border also comes laterally. So this will be my left scapula. Now നമുക്ക് further details, fine details ലോട്ട് പോകാം. Now coming to the fine features, ആദ്യമേ നമ്മുടെ സർഫസസ് നോക്കാം. സ്കാപ്പുലയെ സംബന്ധിച്ച് it has a costal surface and also a dorsal surface. Costal surface, കോസ്റ്റൽ എന്ന് പറയാൻ തന്നെ കാരണം ഇറ്റ് ഇസ് ഫേസിങ് ദ റിബ്സ് അഥവാ കോസ്റ്റേ, അതുകൊണ്ടാണ് അതിന് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ആയിട്ട് പറയാനാണെങ്കിൽ ഇറ്റ് ഹാസ് 3 പ്രോമിനന്റ് റിഡ്ജസ് ഓൺ ദ കോസ്റ്റൽ സർഫസ്. നൗ കമ്മിങ് ടു ദ ഡോഴ്സൽ സർഫസ്. ഡോഴ്സൽ സർഫസിന്റെ ഏറ്റവും പ്രോമിനന്റ് ഫീച്ചർ ആണ് സ്പൈനസ് പ്രോസസ്. ഈ സ്പൈനസ് പ്രോസസ് ഡിവൈഡ്സ് ദ ഡോഴ്സൽ സർഫസ് ഇൻ ടു എ സുപ്രാസ്പൈനസ് ഫോസ ആൻഡ് എൻ ഇൻഫ്രാസ്പൈനസ് ഫോസ. ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അറ്റാച്ച്മെന്റ്സിന്റെ കൂടെ നോക്കാം. നമ്മുടെ ഇൻഫ്രാസ്പൈനസ് ഫോസ ആൻഡ് സുപ്രാസ്പൈനസ് ഫോസ ആർ കണക്റ്റഡ് ടുഗെദർ ബൈ ദ സ്പൈനോഗ്ലീനോയിഡ് നോച്ച്. അവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്പൈനോഗ്ലീനോയിഡ് നോച്ച് വഴിയാണ്. നൗ കമ്മിങ് ടു ദ ബോർഡേഴ്സ്. സ്കാപ്പുലയെ സംബന്ധിച്ച് 3 ബോർഡേഴ്സ് ആണുള്ളത്. ദർ ഇസ് എ സുപ്പീരിയർ ബോർഡർ, ദർ ഇസ് എ മീഡിയൽ ബോർഡർ ആൻഡ് ദർ ഇസ് എ ലാറ്ററൽ ബോർഡർ. സുപ്പീരിയർ ബോർഡർ ആണ് ബോർഡേഴ്സിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോർഡർ. ആൻഡ് സുപ്പീരിയർ ബോർഡറിന്റെ ഒരു ഫീച്ചറാണ് സുപ്രാസ്കാപ്പുലർ നോച്ച്. ആൻഡ് നൗ കമ്മിങ് ടു ദ മീഡിയൽ ബോർഡർ. മീഡിയൽ ബോർഡർ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ സുപ്പീരിയർ ആംഗിൾ ടു ദ ഇൻഫീരിയർ ആംഗിൾ. നൗ കമ്മിങ് ടു ദ ലാറ്ററൽ ബോർഡർ. ദ ലാറ്ററൽ ബോർഡർ ഇസ് ദ തിക്കസ്റ്റ് ബോർഡർ ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ഗ്ലീനോയിഡ് ആംഗിൾ ടു ദ ഇൻഫീരിയർ ആംഗിൾ. ഫർദർ ഗ്ലീനോയിഡ് ആംഗിളിന്റെ അടുത്തേക്ക് ഇവിടെ ഒരു എലിവേഷൻ ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് കോൾഡ് ദ ഇൻഫ്രാഗ്ലീനോയിഡ് ട്യൂബർക്കിൾ. ആൻഡ് നൗ കമ്മിങ് ടു ദി ആംഗിൾസ്. സ്കാപ്പുലയ്ക്ക് 3 ആംഗിൾസ് ആണുള്ളത്. ദർ ഇസ് എ ഗ്ലീനോയിഡ് ആംഗിൾ. ഗ്ലീനോയിഡ് ആംഗിളുള്ള ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആണ് നമ്മുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഗ്ലീനോയിഡ് ക്യാവിറ്റി ഹ്യൂമറസിന്റെ ഹെഡുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ഗ്ലീനോ ഹ്യൂമറൽ ആർട്ടിക്കുലേഷൻ ഫോം ചെയ്യുന്നു. ഗ്ലീനോ ഹ്യൂമറൽ ആർട്ടിക്കുലേഷൻ ഇൻ സിമ്പിൾ ടേംസ് ഇസ് ദ ഷോൾഡർ ജോയിന്റ്. അതാണ് നമ്മുടെ ഗ്ലീനോയിഡ് അഥവാ ലാറ്ററൽ ആംഗിൾ. Now coming to the inferior angle. Inferior angle പ്രത്യേകത എന്ന് പറയുന്നത് it is covered by the latissimus dorsi. And then we have the superior angle as well. And now coming to the processes. സ്കാപ്പുലയ്ക്ക് 3 പ്രോസസ് ആണുള്ളത്. There is a coracoid process, there is a spinous process and an acromion process. നമ്മുടെ coracoid process is of significance. Coracoid process is almost like a crow's beak. അത് കുറച്ച് ഫോർവേഡ്സ് ആൻഡ് ലാറ്ററലി ആണ് പോയിന്റ് ചെയ്യുന്നത്. കോറക്കോയിഡ് പ്രോസസ് ഇസ് ഓൾസോ എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എൻ ഏറ്റവിസ്റ്റിക് എപ്പിഫൈസിസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട് കൂടിയാണ്, അതുകൂടി ശ്രദ്ധിക്കുക. ആൻഡ് കമ്മിങ് ടു ദ സ്പൈനസ് പ്രോസസ്. സ്പൈനസ് പ്രോസസ് ഇസ് ബേസിക്കലി എ ട്രയാങ്കുലർ പ്രോസസ് ഓൺ ദ ഡോഴ്സൽ സർഫസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഡിവൈഡ്സ് ദ ഡോഴ്സൽ സർഫസ് ഇൻ ടു ദ സുപ്രാസ്പൈനസ് ആൻഡ് ഇൻഫ്രാസ്പൈനസ് ഫോസെ. ആൻഡ് ഇറ്റ് ഹാസ് 3 ബോർഡേഴ്സ് ആൻഡ് 2 സർഫസസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പോസ്റ്റീരിയർ മോസ്റ്റ് ബോർഡറിനെ നമ്മൾ ക്രസ്റ്റ് ഓഫ് സ്പൈൻ എന്ന് വിളിക്കുന്നു. ക്രസ്റ്റ് ഓഫ് സ്പൈനിന് ഒരു അപ്പർ ലിപ്പും ഉണ്ട്, ഒരു ലോവർ ലിപ്പും ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദി അക്രോമിയോൺ പ്രോസസ്. Acromion process is almost like a quadrilateral.
It has two borders, that is medial and lateral borders, and two surfaces, namely a superior and an inferior surface. ഇനി നമുക്ക് സ്കാപ്പുലയുടെ അറ്റാച്ച്മെൻറ്റ്സ് കാണാം. നമ്മുടെ സ്കാപ്പുലയുടെ കോസ്റ്റൽ സർഫസ് അഥവാ സബ്സ്കാപ്പുലർ ഫോസയുടെ മീഡിയൽ 2/3 ഒറിജിനേറ്റ് ചെയ്യുന്ന മസിലാണ് സബ്സ്കാപ്പുലാരിസ് മസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സുപ്രാസ്പൈനസ് ഫോസയുടെ മീഡിയൽ 2/3 ഒറിജിനേറ്റ് ചെയ്യുന്ന മസിലാണ് സുപ്രാസ്പൈനേറ്റസ് മസിൽ. നമ്മുടെ ഇൻഫ്രാസ്പൈനസ് ഫോസയുടെ മീഡിയൽ 2/3 ഒറിജിനേറ്റ് ചെയ്യുന്ന മസിലാണ് ഇൻഫ്രാസ്പൈനേറ്റസ് മസിൽ. നമ്മുടെ സ്പൈനിൻ്റെ ലോവർ ലിപ്പ്, നമ്മുടെ ക്രസ്റ്റിൻ്റെ ലോവർ ലിപ്പും അക്രോമിയോൺ പ്രോസസ്സിൻ്റെ ലാറ്ററൽ ബോർഡറിലുമായിട്ട് നമ്മുടെ ഡെൽറ്റോയിഡ് മസിലിൻ്റെ അക്രോമിയോൺ ഫൈബേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റോയിഡ് മസിൽ ഒരു മൾട്ടിപെന്നേറ്റ് മസിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ സ്പൈനസ് പ്രോസസ്സിൻ്റെ ക്രസ്റ്റിൻ്റെ അപ്പർ ലിപ്പും അക്രോമിയോൺ പ്രോസസ്സിൻ്റെ മീഡിയൽ ബോർഡറിലുമായിട്ട് ട്രപ്പീസിയസ് മസിലിൻ്റെ ഇൻസേർഷനും ഉണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ സ്കാപ്പുലയുടെ തന്നെ കോസ്റ്റൽ സർഫസിൻ്റെ മീഡിയൽ ബോർഡറിലായിട്ട്, ഇത് നമ്മുടെ സുപ്പീരിയർ ആംഗിൾ ആണല്ലോ, സുപ്പീരിയർ ആംഗിളിൽ സെറേറ്റസ് ആൻറ്റീരിയറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റേഷൻ, മീഡിയൽ ബോർഡറിൽ സെറേറ്റസ് ആൻറ്റീരിയറിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡിജിറ്റേഷൻസും ഇൻഫീരിയർ ആംഗിളിലായിട്ട് ബാക്കി 5 ഡിജിറ്റേഷൻസും ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, സെറേറ്റസ് ആൻറ്റീരിയറിൻ്റെ ഇൻസേർഷൻ ഇസ് അലോങ് ദ മീഡിയൽ ബോർഡർ ആൻഡ് ദി ഇൻഫീരിയർ ആംഗിൾ. നൗ നമ്മുടെ സുപ്രാഗ്ലീനോയിഡ് ട്യൂബേക്കിളാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റിയുടെ മുകളിലുള്ള ട്യൂബേക്കിൾ. അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്ന മസിലാണ് ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സ് ബ്രേക്കിയ. ബൈസെപ്സ് ബ്രേക്കിയയ്ക്ക് 2 ഹെഡുണ്ട്, ലോങ് ഹെഡ് ആൻഡ് ഷോർട്ട് ഹെഡ്. ഒരു ഫ്രീക്വൻറ്റ് വൈവ ക്വസ്റ്റ്യൻ കൂടിയാണ്. ദ ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സ് ബ്രേക്കിയ ഇസ് ഇൻട്രാ ക്യാപ്സുലാർ ബട്ട് എക്സ്ട്രാ സൈനോവിയൽ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ് ബ്രേക്കിയ ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൊറക്കോയിഡ് പ്രോസസ്സിൻ്റെ ടിപ്പിൽ നിന്നാണ്. ബൈസെപ്സ് ബ്രേക്കിയുടെ ഷോർട്ട് ഹെഡ് കൂടാതെ കോർക്കോ ബ്രേക്കിയാലിസ് മസിലും ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടിപ്പ് ഓഫ് ദ കോർക്കോയിഡ് പ്രോസസ്സിൽ നിന്നാണ്. പെക്ട്രാലിസ് മൈനർ മസിലിൻ്റെ ഇൻസേർഷൻ കോർക്കോയിഡ് പ്രോസസ്സിൻ്റെ മീഡിയൽ ബോർഡറിലും സുപ്പീരിയർ സർഫസിലുമായിട്ട് ഉണ്ട്. നമ്മുടെ സുപ്രാസ്കാപ്പുലാർ നോച്ചിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ഹെഡ് ആൻഡ് നെക്ക് അനാറ്റമി കഴിഞ്ഞതാണെങ്കിൽ യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് ദ ഒമോഹയോയിഡ് മസിൽ. അതിൻ്റെ ഇൻഫീരിയർ ബെല്ലി ഒറിജിനേറ്റ് ചെയ്യുന്നത് സുപ്രാസ്കാപ്പുലാർ നോച്ചിൻ്റെ ഏരിയയിൽ നിന്നാണ്. ഇനി ഡോഴ്സൽ സർഫസിൻ്റെ ലാറ്ററൽ ബോർഡറിൽ നമ്മുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റിക്ക് ശേഷം ഇൻഫ്രാഗ്ലീനോയിഡ് ട്യൂബേക്കിളിൽ നിന്ന് ലോങ് ഹെഡ് ഓഫ് ട്രൈസെപ്സ് ബ്രേക്കിയ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ ലാറ്ററൽ ബോർഡറിലുള്ള ഇൻഫ്രാഗ്ലീനോയിഡ് ട്യൂബേക്കിൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. ഇൻഫ്രാഗ്ലീനോയിഡ് ട്യൂബേക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ലോങ് ഹെഡ് ഓഫ് ട്രൈസെപ്സ് ബ്രേക്കിയാണ്. ഇനി നമ്മുടെ ഡോഴ്സൽ സർഫസിൻ്റെ തന്നെ അഗൈൻ ലാറ്ററൽ ബോർഡറിൽ അപ്പർ പോർഷനിൽ ടെറസ് മൈനറിൻ്റെ 2 സ്ലിപ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ആ 2 സ്ലിപ്സിൻ്റെ ഇൻ്റർവെല്ലിലായിട്ട് സർക്കംഫ്ലെക്സ് സ്കാപ്പുലാർ ആർട്ടറി റൺ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ടെറസ് മൈനറിൻ്റെ ഒറിജിന് താഴെയായിട്ട് ടെറസ് മേജർ മസിലിൻ്റെ ഒറിജിനും ഉണ്ട്. പിന്നെ നേരത്തെ ഇൻഫീരിയർ ആംഗിളിനെ കവർ ചെയ്ത് ലാറ്റിസിമസ് ഡോഴ്സേ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ചെറിയൊരു പോർഷൻ ഇൻഫീരിയർ ആംഗിൾ ലാറ്റിസിമസ് ഡോഴ്സയുടെ ഒറിജിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അഗൈൻ ഡോഴ്സൽ സർഫസിൻ്റെ തന്നെ മീഡിയൽ ബോർഡർ എടുക്കാനാണെങ്കിൽ ഇത് നമ്മുടെ സുപ്പീരിയർ ആംഗിളാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ സുപ്പീരിയർ ആംഗിളിൻ്റെ ബോർഡറിലായിട്ട് നമ്മുടെ ലെവേറ്റർ സ്കാപ്പുലേ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. നമ്മുടെ റൂട്ട് ഓഫ് ദ സ്പൈനിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ റോംബോയിഡ്സ് മൈനർ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അതിന് താഴെയായിട്ട് റൂട്ട് ഓഫ് ദ സ്പൈനിന് താഴെയായിട്ടും ഇൻഫീരിയർ ആംഗിളിന് മുകളിലായിട്ടും റോംബോയിഡ്സ് മേജർ മസിലിൻ്റെ ഇൻസേർഷനും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ലിഗമെൻസിൻ്റെ അറ്റാച്ച്മെൻറ്റും കൂടെ നോക്കാം. നമ്മുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ മാർജിൻസിലായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്ലീനോയിഡിൽ ലേബ്രത്തിൻ്റെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്രോമിയോൺ പ്രോസസ്സിൻ്റെ ഏകദേശം മീഡിയൽ സൈഡിലായിട്ടൊരു ഫാസറ്റ് ഉണ്ട് ക്ലാവിക്കുലിനെ ജോയിൻ ചെയ്യാൻ. പ്ലീസ് റിമെമ്പർ ദാറ്റ് ദിസ് ഇസ് എ പ്ലെയിൻ വെറൈറ്റി ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് as well. അതുകൊണ്ട് ഈ ഒരറ്റത്തായിട്ട് നമ്മുടെ അക്രോമിയോ ക്ലാവിക്കുലർ ലിഗമെൻറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ കോർക്കോ അക്രോമിയൽ ലിഗമെൻറ്റ്. കോർക്കോ അക്രോമിയൽ ലിഗമെൻറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഒന്ന് അലോങ് ദ superior aspect of the coracoid process
ആൻഡ് ദെൻ ടു ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദി അക്രോമിയോൺ പ്രോസസ്. അങ്ങോട്ടാണ് കോറക്കോ അക്രോമിയൽ ലിഗമെന്റിന്റെ അറ്റാച്ച്മെന്റ്സ് വരുന്നത്. ആൻഡ് കോറക്കോ ഹ്യൂമറൽ ലിഗമെന്റ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ കോറക്കോയിഡ് പ്രോസസ്സിന്റെ റൂട്ടിലാണ്. നമ്മുടെ കോറക്കോ ക്ലാവിക്കുലാർ ലിഗമെന്റ് അറ്റാച്ച് ചെയ്യുന്നത് സുപ്പീരിയർ ആസ്പെക്ട് ഓഫ് ദ കോറക്കോയിഡ് പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് റൂട്ട് ഓഫ് ദ കോറക്കോയിഡ് പ്രോസസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അഗൈൻ ഇറ്റ് ഹാസ് 2 parts. ഇറ്റ് ഹാസ് എ ട്രപ്പീസോയിഡ് പാർട്ട് ആൻഡ് എ കോണോയിഡ് പാർട്ട്. അത് നമ്മൾ ക്ലാവിക്കലിന്റെ സമയത്തും കേട്ടതാണ്. നെക്സ്റ്റ് നമ്മുടെ സുപ്ര സ്കാപ്പുലാർ നോച്ചിനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്വേഴ്സ് ലിഗമെന്റ് വരുന്നുണ്ട്. Remember that the transverse ligament only transmits the suprascapular nerve. Suprascapular vessels transverse ligamentന് മുകളിലായിട്ടാണ് പോകുന്നത്. ഈ ഫൊറാമിനയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആകെ സുപ്രാസ്കാപ്പുലർ നെർവ് ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞിരുന്നു സ്പൈനോ ഗ്ലീനോയിഡ് നോച്ചിനെ പറ്റി. സ്പൈനോ ഗ്ലീനോയിഡ് നോച്ചിനെ അഗൈൻ ഒരു ഫൊറാമിനെ ആക്കിക്കൊണ്ട് സ്പൈനോ ഗ്ലീനോയിഡ് ലിഗമെന്റിന്റെ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ സുപ്രാസ്കാപ്പുലർ നെർവ്സ് ആൻഡ് വെസൽസ് പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊരു ബോൺ പറയുമ്പോഴും അതിൻ്റെ ക്ലിനിക്കൽ അനാറ്റമി പറഞ്ഞായിരിക്കണം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കാപ്പുലയെ പറ്റി ബേസിക്കലി 2 ഫാക്ട്സ് അറിഞ്ഞിരിക്കുക. നമ്മൾ സെറേറ്റസ് ആൻറ്റീരിയർ മസിലിനെ പറ്റി പറഞ്ഞിരുന്നു, അതിൻ്റെ ഇൻസേർഷൻ പറഞ്ഞിരുന്നു. സെറേറ്റസ് ആൻറ്റീരിയർ മസിലിനെ സപ്ലൈ ചെയ്യുന്നത് ലോങ് തൊറാസിക് നെർവ് ആണ്. അപ്പോൾ എനി ഇഞ്ചറി ടു ദ ലോങ് തൊറാസിക് നെർവ് വിൽ കോസ് പാരാലിസിസ് ഓഫ് ദ സെറേറ്റസ് ആൻറ്റീരിയർ മസിൽ. അപ്പോൾ സെറേറ്റസ് ആൻറ്റീരിയർ മസിൽ പാരലൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൽ ബോർഡർ ഓഫ് ദ സ്കാപ്പുല പ്രോമിനൻ്റ് ആവും. അത് നമ്മുടെ സെറേറ്റസ് ആൻറ്റീരിയർ മസിലിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി നമ്മളൊരു ഫോഴ്സ് നമ്മൾ പുഷ് ചെയ്യുകയാണ്, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡർ പ്രോമിനൻ്റ് ആകും. അതുപോലെ തന്നെ സ്കാപ്പുലയുടെ ഒരു ഡെവലപ്മെന്റ് അനോമലിയാണ് സ്കെഫോയിഡ് സ്കാപ്പുല. അതായത് മീഡിയൽ ബോർഡർ ഡെവലപ്മെന്റലി തന്നെ കുറെ കൂടി കോൺകേവ് ആയിരിക്കും.